സ്നേഹ ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. ദേ നാളെയാണ് നമ്മുടെ എക്സാം. അപ്പോൾ ഹിന്ദിയിൽ ഫുള്ള് മാർക്ക് നമുക്ക് മേടിക്കാനുള്ളതാണ് അല്ലേ. അതിൽ പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഹിന്ദിയിൽ ഈ യൂണിറ്റ് 1 ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള പോസ്റ്റർ എന്ന് പറയുന്നത് ദേ ഇതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പം സെറ്റാക്കാവേ. നോക്കിക്കേ, പാനി അമൂല്യ ഹേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ. ഇത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇത് പഠിക്കാതെ പോവുകയേ ചെയ്യരുതേ. നോക്കിക്കോളാ, പാനി അമൂല്യ ഹേ. വെള്ളം എന്താണ്? അമൂല്യമാണ്, പ്രഷ്യസ് ആണ്. സന്ദേശ് ദേത്തെ ഹുവേ. ഇങ്ങനൊരു സന്ദേശം കൊടുക്കുന്ന പോസ്റ്റർ തയ്യാർ കരെ. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ എഴുതേണ്ടത്. അതായത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ടൊരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ബോക്സ് വരയ്ക്കണം. പിക്ചർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പിക്ചറും മക്കൾ വരയ്ക്കണം. ഒന്നുമില്ല, പാനിയുമായി ബന്ധപ്പെട്ടതേ ഇങ്ങനെ എന്തെങ്കിലും ഒരു തുള്ളിയുടെ പിക്ചറോ അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ പിക്ചറോ അങ്ങനെ എന്തെങ്കിലും പിക്ചർ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ വരച്ചു വെക്കുന്നത് നല്ലതാണ്. മാത്രമല്ല പിക്ചറും ബോക്സും മാത്രം മതിയോ? വേണ്ട, അതിലെന്താണ്? സന്ദേശം കൂടി വേണം. എന്തെങ്കിലും നിങ്ങൾ ആ പാനിയെക്കുറിച്ച് എഴുതും കൂടി വേണം. 3 സന്ദേശങ്ങൾ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാവേ. നോക്കിക്കേ, ജൽ നഹി തോ കൽ നഹി. ജലമില്ലെങ്കിൽ എന്തില്ല എന്ന് പറയുന്നത്? നാളെ ഇല്ല. കൽ എന്ന് വെച്ചാൽ എന്താണ്? നാളെ. നഹി എന്ന് വെച്ചാൽ എന്താണ്? ഇല്ല, നാളെ ഇല്ല. ഇത് വളരെ ഈസിയാണ്, പഠിച്ചു വെച്ചില്ലേ? സെറ്റല്ലേ? അടുത്ത് നോക്കിക്കേ, ജൽ അമൂല്യ ഹേ. ദേ ഇത് ജൽ അമൂല്യ ഹേ എന്ന് മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് എഴുതി വെച്ചാലും മതി. പാനി അമൂല്യ ഹേ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതും അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കേ, പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ. പാനി ബച്ചാവോ, വെള്ളം. ബച്ചാവോ എന്ന് വെച്ചാൽ രക്ഷിക്കൂ എന്നുള്ള മീനിങ് ആണ്. എഴുതി പഠിച്ചോണേ മക്കൾ ഇതൊക്കെ. ബച്ചാവോ എന്ന് വെച്ചാൽ എന്താണ്? രക്ഷിക്കൂ. വെള്ളം രക്ഷിക്കൂ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല, പാനി ബച്ചാവോ, വെള്ളം സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത് അല്ലേ. ഇനി ജീവൻ ബച്ചാവോ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം സംരക്ഷിക്കൂ, നമ്മുടെ ജീവനും രക്ഷിക്കൂ. ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലൈഫ് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? പാനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു 3 സന്ദേശങ്ങളും മക്കൾ എന്തായാലും പഠിക്കണം. ഇത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി വേറൊരു പോസ്റ്ററും കൂടി നമുക്ക് ഒരു 2019-20 കാലത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ പോസ്റ്ററും കൂടി നമുക്ക് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നോക്കി ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കള്. പോസ്റ്റർ തയ്യാർ കരേ എന്ന് തന്നെയാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ, ഇസ് സാൽ, ഈ ഒരു വർഷം അപ്പനി സ്കൂൾ പർ, നിങ്ങളുടെ സ്കൂളിൽ 5 ജൂൺ അല്ലേ, 5 ജൂൺ എന്ന് പറയുന്ന ആ ഡേറ്റിൽ പര്യാവരൺ ദിവസ് മനായേ ഹോഗേ. എന്താണ്? നിങ്ങൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചിട്ടുണ്ടാകും എന്ന് പറയാണ് കേട്ടോ. ഈ സിൽസിലേമേ, ഈ ഒരു അവസരത്തിൽ അപ്പനെ ക്യാ ക്യാ കിയേത്തെ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പറയാണ് നമ്മളോട് എന്ത്? സമാരോഹ ഉദ്ഘാടൻ കിസ്നെ കിയാത്ത. നിങ്ങളുടെ ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ആരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്യാ അപ്പനെ പേട് ലഗായെ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? ആ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പം ഇതിൽ നിങ്ങൾക്ക് കീവേഡായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 ജൂൺ ആണെന്ന് കിട്ടിയിട്ടുണ്ട്, പര്യാവരൺ ദിവസാന്ന് കിട്ടിയിട്ടുണ്ട്, ഉദ്ഘാടനം ആരാ എന്നുള്ളതും എഴുതണം. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. മക്കൾ ഇത് പഠിച്ചു വെച്ചോണേ. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചാൻസ് കുറവാണ്. എന്നാലും എന്താണ്, ഇങ്ങനെ ഒരു പോസ്റ്റർ ചോദിച്ചാൽ മക്കൾ ബുദ്ധിമുട്ടരുത്. അതിനാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലേ. നോക്കിക്കേ, ആദ്യം ജൂൺ 5 എന്നുള്ളത് മക്കൾ എഴുതി വെക്കണം. പോസ്റ്ററിൻ്റെ ബോക്സ് വരയ്ക്കുക, ജൂൺ 5 എന്ന് എഴുതി വെക്കുക. പര്യാവരൺ ദിവസ് എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതി ദിനാണ്, എൻവയോൺമെന്റ് ഡേ ആണ് അല്ലേ. അപ്പം എന്താണ്, നമ്മൾ പരിസ്ഥിതി ദിനം എന്നുള്ളത് വലുതാക്കി എഴുതി വെക്കുക. എന്താണ്, കുറച്ച് വലുപ്പത്തിൽ അങ്ങ് എഴുതി വെക്കുക കേട്ടോ മക്കള്. പര്യാവരൺ ദിവസ് എന്നെഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പര്യാവരൺ ദിവസിൻ്റെ ആ ഒരു ആഘോഷത്തിന് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. അതിന് മക്കൾ ഡേറ്റ് എഴുതണം, ഡേ എഴുതണം. മാത്രമല്ല എന്താണ്, എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നും എഴുതണം. ഉദ്ഘാടനം ആരാണ് ചെയ്തതെന്ന് എഴുതണം. മാത്രമല്ല സബ്കാ സ്വാഗത് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കി, എന്താണ് ജൂൺ 5 എന്നുള്ളത് നമ്മൾ എഴുതാം കേട്ടോ. 5 ജൂൺ 2024 ബുധവാർ എന്ന് വെച്ചാൽ എന്താണ്? ബുധനാഴ്ചയാണ് നമ്മുടെ കാര്യം നടക്കുന്നത്. അപ്പോൾ മക്കൾ എന്ത് എഴുതി? ഡേറ്റ് എഴുതി അല്ലേ. ഡേറ്റ് എഴുതി. മറന്നു പോവരുത്. ഈ ഫോർമാറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടൈം എഴുതാണ്. എന്താണ്? 10 ബജെ, 10
10 മണിക്കാണ്. ബജെ എന്ന് വെച്ചാൽ മണി എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ എന്താണ്, ഒരു 10 മണിക്കാണ് ടൈം ഉള്ളത്. ഓക്കെ, ടൈം എഴുതി. അത് കഴിഞ്ഞിട്ട് AUP സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്കൂൾ കേട്ടോ. AUP സ്കൂൾ, GUP സ്കൂൾ, നീ വെറും സ്കൂൾ എന്ന് എഴുതിയാലും മതി. അതാണ് നമ്മുടെ എന്ത് പ്ലേസ് എന്ന് പറയുന്നത്, സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഉദ്ഘാടനം ഇന്ന് മക്കൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കണം കേട്ടോ. ഉദ്ഘാടനം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഉദ്ഘാടനം ആരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഏതെങ്കിലും പേര് എഴുതുകയാണെങ്കിൽ ആ പേര് എഴുതി വെക്കുക. അല്ലെങ്കിൽ എന്താണ്, പ്രധാനാധ്യാപക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ്. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ സെറ്റ്, അതും എഴുതി. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്കാ സ്വാഗത്, എല്ലാവരെയും എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്തുകൊണ്ട് എഴുതണം. ഇത് കുറച്ച് വലുപ്പത്തിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സാധാരണ ലെവലിൽ എന്താണ് ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ് മക്കൾ. ഇങ്ങനെയായിരിക്കും പോസ്റ്റർ എഴുതേണ്ടത്. ഇനി സന്ദേശം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിലോ വെറുതെ ഒരു പോസ്റ്റർ വരച്ച് പിക്ചർ വരച്ച് കുറച്ച് സന്ദേശങ്ങൾ എഴുതി വെച്ചാൽ മതി. അങ്ങനെ 2 തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതിയില്ലേ, നാളത്തെ എക്സാമിന് പോസ്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എഴുതിക്കോളൂ കേട്ടോ. ബൈ.